ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ആയിരിക്കാം. നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരട്ടെ. എബ്രായ ലേഖനം 5-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 5. എബ്രായ ലേഖനം 5-ാം അധ്യായം. എബ്രായ ലേഖനം 5-ാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച വിഷയം കർത്താവായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രധാനമായിട്ട് ഒന്ന് നോട്ട് ചെയ്താട്ട് 5-ാം അധ്യായത്തെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. മേ ഡിവൈഡ് ഇൻറ്റു 2. 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. 5-ാം അധ്യായം ചാപ്റ്റർ 5. 5-ാം അധ്യായത്തെ 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ഏരൻ ദ ഹൈ പ്രീസ്റ്റ്. അഹരോൻ എന്ന മഹാപുരോഹിതനേക്കാൾ യേശു വലിയവൻ. അഹരോൻ എന്ന മഹാപുരോഹിതനേക്കാൾ യേശു വലിയവൻ. ദ സുപ്പീരിയോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് to Aaron the high priest. Hebrews chapter 5 verse 1 to 10. എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. നമുക്കല്ലെങ്കിൽ വേറെ ഹെഡിങ് കൊടുക്കുവാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ഓഫ് എ പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ്റെ ക്വാളിഫിക്കേഷൻ. ഒരു പുരോഹിതൻ്റെ യോഗ്യത. 2-ാമത്തെ ഭാഗം, സെക്കൻഡ് പോർഷൻ, തേർഡ് വാർണിംഗ്. 3-ാമത്തെ മുന്നറിയിപ്പ്, തേർഡ് വാർണിംഗ്. നമ്മൾ 2 മുന്നറിയിപ്പുകൾ നമ്മൾ കണ്ടു. ഇത് കാണുവാൻ പോകുന്നത് തേർഡ് വാർണിംഗ്. ആ വാർണിംഗ്, ദ ഫസ്റ്റ് പാർട്ട്, അഗൻസ്റ്റ് ദ ലാക്ക് ഓഫ് സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി. ആത്മീയ പക്വതയില്ലായ്മയുടെ കുറവിനെ ശാസിക്കുന്നു. അഗൻസ്റ്റ് ദ ലാക്ക് ഓഫ് സ്പിരിച്വൽ മച്യൂരിറ്റി. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 11 to 14. 5-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യം. 11 മുതൽ 14 വരെയുള്ള വാക്യം. ഈ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ 5-ാം അധ്യായം തിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ ദ ഫസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ ക്വാളിഫിക്കേഷൻ ഓഫ് എ പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ്റെ യോഗ്യത. നമ്മൾ ഇനി ചിന്തിച്ചു വരുന്ന വിഷയങ്ങൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന പുരോഹിതൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ സ്റ്റെപ്പുകളും നമ്മളതായിരിക്കും ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ ഓഫ് എ പ്രീസ്റ്റ് നമ്മൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതിൽ പ്രാരംഭമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീസ്റ്റിനെ കാണുവാൻ സാധിക്കും. പലവിധ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വിഷയത്തിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പലവിധ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ദ ഫസ്റ്റ് പ്രീസ്റ്റ്, 1-ാമത്തെ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ബിഫോർ ദി ലോ. ബിഫോർ ലോ, ന്യായപ്രമാണത്തിന് മുമ്പ് പുരോഹിതന്മാരുണ്ടായിരുന്നു. ഗാഡ് ചോസൻ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഒന്ന് നോട്ട് ചെയ്താട്ട്, ഗാഡ് ചോസൻ ദ ഹെഡ് ഓഫ് ദ ഫാമിലി ആസ് എ പ്രീസ്റ്റ് ഫോർ ദ ഹൗസ്. Before law, God chosen the head of the family as a priest for their house. ആദ്യം നമ്മൾ കാണുന്നത് ആ പാട്രിയാക്ക്, അല്ലെങ്കിൽ നമുക്ക് അറിയാം അബ്രഹാം, നോഹ മുതലായതായിരിക്കുന്ന പിതാക്കന്മാരുടെ കാലം മുതൽ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നേ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാരെ വേർതിരിച്ചിരുന്നു. എന്നാൽ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കൂട്ടത്തെ അല്ല വിളിച്ച് വേർതിരിച്ചത്. പിന്നെയോ കുടുംബനാഥൻ ആ ഭവനത്തിൻ്റെ പുരോഹിതനായിരുന്നു. ശ്രദ്ധിക്കണമേ ഞാൻ പറയുന്ന വേർഡ്. ആ പുരോഹിതൻ, ആ ഭവനത്തിൻ്റെ കുടുംബനായകൻ ആ ഭവനത്തിൻ്റെ പുരോഹിതനായിരുന്നു. ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വേർഡ്. ആർക്ക് പുരോഹിതനായിരുന്നു? ആ ഭവനത്തിലുള്ളവർക്ക് ആ വ്യക്തി പുരോഹിതനായിരുന്നു, പുറത്തുള്ളവർക്കല്ല. ആ ഭവനത്തിലുള്ളവർക്ക് ഈ വ്യക്തി പുരോഹിതനായിരുന്നു. 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ എന്താണ് പുരോഹിതൻ്റെ ജോലി എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ വരട്ടെ. വായിച്ചിട്ട് 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ചാപ്റ്റർ 5 വേഴ്സ് 1.
അപ്പോൾ ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന പുരോഹിതൻ്റെ ജോലി എന്ന് പറയുന്നത് ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി, ദൈവ വിഷയത്തിന് വേണ്ടിയാണോ, പക്ഷെങ്കിൽ അത് മനുഷ്യർക്ക് വേണ്ടിയാണോ ദൈവമാക്കിയിരിക്കുന്നത്? ദൈവ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ മനസ്സിലാക്കണം, എവിടുന്നാണോ ഇവിടെ സംഭവിച്ചത്. ഇത് സംഭവിച്ചത് മുഴുവൻ മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ദൈവത്തോടുകൂടെ ചേർന്ന് വസിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയായിത്തീർന്നപ്പോൾ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് ദൈവം സമയാസമയങ്ങളിലോ തക്കതായ വ്യക്തികളെ തിരഞ്ഞെടുത്തു. ആദ്യം ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഭവനത്തിൻ്റെ പിതാക്കന്മാരെ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ, ഭവനത്തിന് വേണ്ടി ദൈവത്തിന് മുൻപിൽ നിൽക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ പ്രത്യേകതയാണ് അന്ന് കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്ന അഥവാ ദൈവത്തിന് ആരാധന കഴിച്ചുകൊണ്ടിരുന്ന മാർഗമെന്ന് പറയുന്നത് അന്ന് ചെയ്തുകൊണ്ടിരുന്ന യാഗങ്ങൾ കൂടെയാണ്. വഴിപാട് യാഗങ്ങൾ കൂടെ ദൈവത്തെ ആരാധിച്ചു പോന്നു. ഇതാണ് കയീൻ്റെ സമയം മുതൽ ഹാബേലിൻ്റെ സമയം മുതൽ നടന്നുകൊണ്ടേയിരുന്നത്. ദൈവം കൊടുത്ത നന്മകളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് ദൈവത്തിന് മുൻപാകെ അവർ യാഗം കഴിക്കുമ്പോൾ അവർ വെളിപ്പെടുത്തുന്നത് ഈ ദൈവത്തെ അവർ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യാഗത്തിൽ കൂടെ അല്ലെങ്കിൽ വഴിപാടിൽ കൂടെ ദൈവത്തെ അവർ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ വഴിപാടോ യാഗമോ കഴിക്കുവാൻ തക്കവണ്ണം യോഗ്യത ഉണ്ടായിരുന്നവർ ആ ഭവനത്തിൻ്റെ കുടുംബത്തിൻ്റെ തലവനായിരുന്നു. നിങ്ങൾക്കറിയാം, നോഹ ദൈവത്തിന് മുൻപാകെ യാഗം കഴിച്ചു. യാഗം കഴിച്ചത് അതിൻ്റെ സൗരഭ്യവാസന സ്വർഗത്തിലെ ദൈവം മണത്തുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ നോഹ ദൈവത്തിൻ്റെ മുൻപാകെ അന്ന് താൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ലോകത്തിലെ സകല ജനങ്ങളും, നിങ്ങൾക്കറിയാം, നോഹയുടെ ഈ പ്രത്യേകമായ സമയം കടന്നു വന്നപ്പോൾ നോഹയും അവൻ്റെ മക്കളും കുടുംബമല്ലാതെ മറ്റാരും രക്ഷപ്പെട്ടില്ല. എല്ലാവരും നശിച്ചു പോയ സ്ഥാനത്ത് നിന്നുകൊണ്ട് സർവശക്തനായിരിക്കെ ദൈവത്തെ ആരാധിക്കുവാൻ നോഹ മുൻപോട്ട് കടന്നു വന്ന് നോഹ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുവാനിടയായിത്തീർന്നു. ആർക്ക് വേണ്ടിയായിരുന്നു? ഈ ജനത്തിന് വേണ്ടി. എന്തിന്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് യാഗം കഴിച്ചത്. അപ്പോൾ അന്ന് യാഗം കഴിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിൻ്റെ തലവൻ, നിങ്ങൾക്കറിയാം, അബ്രഹാം ദൈവത്തിന് മുൻപിൽ പോയി യാഗം കഴിച്ചു. ഇസ്ഹാക്ക് ദൈവത്തിന് യാഗം കഴിച്ചു. യാക്കോബ് ദൈവത്തിന് യാഗം കഴിച്ചു. യേശാവിന് യാഗം കഴിക്കുവാൻ സാധ്യമായിരുന്നില്ല. കാരണം വീട്ടിൽ ആദ്യ സന്തതിയാണ് യാഗം കഴിക്കേണ്ടതെങ്കിലും യേശാവ് യാക്കോബിന് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുന്ന ബന്ധം യാക്കോബ് സ്വീകരിക്കുവാനായിട്ടിടയായിത്തീർന്നു. അതാണ് യാക്കോബ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ചുവന്ന പായസം കണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോടുള്ളതായിരിക്കുന്ന തൻ്റെ ബന്ധം വളരെ ഹീനമായിട്ട് അഥവാ ഒരു വിലയില്ലാതാക്കി അലക്ഷ്യമാക്കി ഏശാവ് കളയുവാനിടയായിത്തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അതായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത്. മറ്റ് സകലത്തെക്കാൾ ഉപരിയായിട്ട് വേറെ എന്തെല്ലാം ഈ ലോകത്തിലുണ്ടെങ്കിലും ആ സകലത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ബന്ധപ്പെടുവാൻ ഒരു പദവി ലഭിക്കുന്നത് അതാണ് ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ അബ്രഹാം ദൈവത്തിന് യാഗം കഴിച്ചു, ഇസ്ഹാക്ക് കഴിച്ചു, യാക്കോബ് കഴിച്ചു. ഇവരെല്ലാവരും കഴിക്കുവാൻ കാരണം ആ കുടുംബത്തിന് വേണ്ടി ആ ദൈവത്തിന് മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അന്ന് ആ ഭവനത്തിൻ്റെ തലവന്മാരെ അഥവാ ഭവനത്തിൻ്റെ നായകന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അഥവാ ന്യായപ്രമാണത്തിന് മുൻപുള്ള കാലത്ത് പുരോഹിതന്മാരുണ്ടായിരുന്നു. ആ പുരോഹിതന്മാരെന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഗണം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായിരുന്നില്ല. പിന്നെയോ ദൈവം ആ ഭവനങ്ങളിലെ തലവന്മാരെ പുരോഹിതന്മാരാക്കി വെച്ചു. അവർ ദൈവത്തോടുകൂടെ ബന്ധപ്പെട്ടു. രണ്ടാമത്തെ പുരോഹിത വർഗം, സെക്കൻഡ് ഗണം, അറ്റ് മൗണ്ട് സീനായ് മലയിൽ God selected all Israelites to be his priest. To be his priest to the remaining nations. വീണ്ടും ഞാൻ പറയാം, അറ്റ് മൗണ്ട് സിനായ് God selected all Israelites to be his priest to the remaining nations. ദൈവം ഇസ്രായേൽ മക്കളെ മുഴുവനായിട്ട് ഒന്നടങ്കമായിട്ട്
സീനായ് മലയുടെ അടിവാരത്തിൽ അവർ കടന്നു വന്നപ്പോൾ, അഥവാ മിസ്രൈമിൻ്റെ അധീനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സീനായ് മലയുടെ അടിവാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം ഈ ഹോൾ ഇസ്രയേലൈറ്റ്സിനെ, എല്ലാ ഇസ്രായേൽ മക്കളെയും പുരോഹിതന്മാരാക്കി ദൈവം ആക്കി വെച്ചു. വായിച്ചോട്ടോ, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 6. എക്സോഡസ് 19 വേഴ്സ് 6, പുറപ്പാട് 19:6. ദൈവം അവരോട് പറയുന്ന ഒരു വേർഡാണ്, നിങ്ങൾ എനിക്ക് എന്തായിരിക്കുന്നു, ഒരു പുരോഹിത രാജ്യത്വം, വിശുദ്ധ ജനവുമാകുന്നു. ദൈവം അവരോട് കൽപ്പിച്ചത് ഇസ്രായേൽ മക്കൾ മുഴുവനായിട്ട് ഒരു പുരോഹിത രാജ്യത്വമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മുഴുവൻ ദൈവത്തിന് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു, രാജകീയ പുരോഹിതന്മാരായിരുന്നു, അഥവാ ദൈവത്തിൻ്റെ പുരോഹിത ഗണത്തിൽപ്പെട്ടവരായിരുന്നു ഹോൾ ഇസ്രയേലൈറ്റ്സ്. ഈ 6 ലക്ഷം പുരുഷന്മാർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവർ, ഇവരെല്ലാവരും ദൈവത്തിന് വേണ്ടി ഉള്ള പുരോഹിതന്മാരായിരുന്നു. എന്നാൽ അവർ ആക്ക് പുരോഹിതന്മാരായിരുന്നു. നമ്മൾ മനസ്സിലാക്കി, ഒരു പുരോഹിതനാണെങ്കിൽ ജനത്തിനും ദൈവത്തിനും ഇടവിൽ നിൽക്കേണ്ടവനാണ്. അങ്ങനെയെങ്കിൽ ഇവർ ആക്ക് പുരോഹിതന്മാരായിരുന്നു. ഇവർ ഒരു കൂട്ടം ആൾക്കാർ പുരോഹിതനായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഫോർ ദ റിമൈനിങ് നേഷൻസ്. ലോകത്തിലെ സകല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പുരോഹിതന്മാരായിരുന്നത്, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി. ഇസ്രായേൽ മക്കളെ ഒന്നടങ്കമായിട്ട് ദൈവം പുരോഹിതന്മാരായി വിളിച്ചു വേർതിരിച്ചപ്പോൾ ആ പുരോഹിതന്മാർ ഉൾപ്പെടാത്തതായിരിക്കുന്ന ലോകത്തിലെ സകല ജനത്തെയും ജനത്തിനു വേണ്ടി ദൈവത്തിന് മുൻപിൽ നിൽക്കേണ്ട ഒരു ചുമതലയായിരുന്നു ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ടാമത്തെ പുരോഹിത വർഗം എന്ന് പറയുന്നത് ഹോൾ ഇസ്രയേലൈറ്റ്സ് മുഴുവൻ ആക്ക് പുരോഹിതന്മാരായിരുന്നു. ഫോർ ദ റിമൈനിങ് നേഷൻസ്, ശ്രദ്ധിച്ചോണേ, ദ റിമൈനിങ് നേഷൻസ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇവിടെ കടന്നുപോയി. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 19, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പ്ലാനിങ് മാറ്റേണ്ടി വന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഇവരെ വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിന് പുരോഹിതന്മാരായിട്ടാണ്. ദൈവത്തിന് പുരോഹിതന്മാരായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുൻപാകെ ഈ ശേഷിക്കുന്ന ജനത്തിനു വേണ്ടി നിൽക്കണം. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വരം കേൾക്കണം. ഈ ജനത്തിനു വേണ്ടി വഴിപാട് യാഗം കഴിക്കണം. ഇതെല്ലാം ഈ ജനം ചെയ്യേണ്ടതാകുന്നുവെങ്കിൽ, ഈ ജനം ദൈവത്തിൻ്റെതായിരിക്കുന്ന തേജസ് സീനായ് മലയിൽ കടന്നു വന്നപ്പോൾ ഇത് കണ്ട് ഭയപ്പെട്ടതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഒന്നടങ്കമായിട്ട് മോശയോട് ചെന്ന് പറയുകയാണ്, മോശേ, ഞങ്ങളോട് നീ സംസാരിച്ചാൽ മതി, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം ഇവരെ പുരോഹിതന്മാരാക്കി തിരഞ്ഞെടുത്ത സ്ഥാനത്ത് ഇവരെ സെൽഫായിട്ട് വേറൊരാളെ ഇവക്ക് മധ്യത്തിൽ, ദൈവത്തിൻ്റെയും ഇവക്കും മധ്യത്തിൽ നിൽക്കുവാനായിട്ട് തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ദൈവം ഇവരെ എല്ലാവരെയും പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തത് ലോകത്തിലെ സകല ജാതികൾക്ക് ഇവർ പുരോഹിതന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോകത്തിലെ സകല ജനവും ദൈവത്തെ കണ്ടുമുട്ടണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തൻ്റെ ഹിതം ഒരിക്കലും മാറ്റിയിട്ടില്ല. ഈ പ്രത്യേകമായി ഇസ്രായേൽ മക്കൾ എന്നുള്ള ജനം കൊണ്ട് ലോകം മുഴുവൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം ആഗ്രഹിച്ചുവെങ്കിൽ, എന്നാൽ അതിനുവേണ്ടി ഇവരെ രാജകീയ പുരോഹിത വർഗമാക്കി നിർത്തിയിരിക്കുമ്പോൾ ഇവർ തന്നെ ചെന്ന് മോശയോട് പറയുന്നു, മോശേ, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, ഞങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ ഞങ്ങൾക്ക് ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, രാജകീയ പുരോഹിത വർഗമാക്കി തെരഞ്ഞെടുത്ത ഈ ജനം തങ്ങളെ തന്നെ അധമമാക്കി കളഞ്ഞു, തങ്ങളെ തന്നെ താഴ്ത്തിക്കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ വില അവർ കളഞ്ഞു. അവരെ പുരോഹിതന്മാരാക്കി വെച്ചുവെങ്കിൽ അവർക്ക് ഇപ്പോൾ ആരാവശ്യമായിരിക്കുന്നു? ഒരു പുരോഹിതൻ ആവശ്യമായിരിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തോട് ഇടപെടുവാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവവും അവരുമായിട്ട് ഇടപെടുവാൻ വേണ്ടി ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ അവർ പറയുന്നത്, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശെ നീ ഞങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിനും ഞങ്ങൾക്കും ഇടിവിൽ നിൽക്കുവാനായിട്ട് ഒരു പുരുഷനെ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ, അവർ തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് വേറൊരാളെ ഒരു പുരോഹിതനാക്കി സെലക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ പൗരോഹിത്യ ഗണമാണ് third one. After Israel rejected, note that after Israel rejected,
ഗോഡ്സ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതി ത്യജിച്ചു കളഞ്ഞതിന് ശേഷം ആര്? ഇസ്രായേൽ മക്കൾ സ്വയമായി ത്യജിച്ചു. ഗോഡ് സെലക്റ്റഡ് the tribe of Levi to be his priest to all the Israelites. After Israel rejected the plan of God, God selected the tribe of Levi to be his priest to all the Israelites. ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു ഗോത്രത്തെ പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു. വായിച്ചോട്ട് എക്സോഡസ് ചാപ്റ്റർ 29, പുറപ്പാട് 29-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പുറപ്പാട് 29:1. എക്സോഡസ് ചാപ്റ്റർ 29 വേഴ്സ് 1. സി, അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കണം. താഴെ മതി. അവിടെ പറയപ്പെടുന്നു ദൈവം അഹരോനെയും അവൻ്റെ ഗോത്രത്തെയും പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തു. അപ്പോൾ മൂന്നാമത്തെ ഗണമാണ്, മൂന്നാമത്തെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പുരോഹിത ഗണമാണ് ഏരൻ ആൻഡ് ഹിസ് ട്രൈബ്. അഹരോനും അഹരോൻ്റെ ഗോത്രവും. അഹരോൻ ദ ഹൈ പ്രീസ്റ്റ്, അഹരോൻ്റെ ഗോത്രം പുരോഹിതന്മാരും. ഓൾ ലെവൈറ്റ്സ് ആർ പ്രീസ്റ്റ്. എല്ലാ ലേവ്യരും പുരോഹിതന്മാരായിരുന്നു. എന്നാൽ അതിൽ അഹരോനും അഹരോൻ്റെ കുടുംബത്തെയും ദൈവം മഹാപുരോഹിതനായി ദൈവം വെച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവർ പരിപൂർണമായിട്ട് മനസ്സിലാക്കാതെ ഇവരതിനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം സെലക്ട് ചെയ്തു, ഒരു ഗോത്രത്തെ ദൈവം സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ഗോത്രത്തെ ദൈവം പുരോഹിതനാക്കി മാറ്റി. ആർക്ക് വേണ്ടി ദൈവം പുരോഹിതനാക്കിയത്? അഹരോനെയും അവൻ്റെ ഗോത്രത്തെയും പുരോഹിതനാക്കി നിർത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? ഫോർ ദ ഇസ്രായേലൈറ്റ്സ്, ടു ദ ഇസ്രായേലൈറ്റ്സ്. നോട്ട് ചെയ്ത് ദാറ്റ്. അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ലേവി ബാക്കിയുള്ള ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി, ദ റിമൈനിങ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ഗോത്രത്തിൽ ബാക്കിയുള്ളവർക്ക് അവർ പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്തു. 4th one, 4-ാമത്തത്, ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം, ഉയർപ്പോടുകൂടെ, ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ജീസസ്, he became the only high priest. He became the only high priest to all the believers on earth. To all the believers on earth. After the resurrection of Jesus, he became the only high priest to all the believers on earth. Hebrews chapter 9 verse 11 and 12. എബ്രായലേഖനം 9-ാം അധ്യായം 11-12 വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി എന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. കർത്താവായ യേശു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എപ്പോഴാണ് പ്രവേശിച്ചത് നമുക്കറിയാം. യേശു ഇവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ എങ്ങോട്ട് പോയി? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. ഇന്ന് യേശു സ്വർഗ്ഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയാണ് ഏത്? പൗരോഹിത്യ ശുശ്രൂഷ. മനസ്സിലാക്കിക്കോണം. യേശു ആർക്ക് പുരോഹിതന്മാരായിരിക്കുന്നു? ആർക്കാണ് യേശു പുരോഹിതനായിരിക്കുന്നത്? വായിച്ചോട്ടെ, 1 John chapter 2 verse 1. 1 John chapter 2 verse 1. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആർക്ക് വേണ്ടി യേശു പുരോഹിതനായിരിക്കുന്നു? only for the believers, വിശ്വാസികൾക്ക് വേണ്ടി മാത്രം. അത് നോട്ട് ചെയ്താൽ അവിശ്വാസികൾക്ക് വേണ്ടി യേശു ഇന്ന് പക്ഷപാതം ചെയ്യുന്നില്ല. കാരണം യേശു പക്ഷപാതം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. പിന്നെയോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യേശു ഓൾറെഡി അവരെ രക്ഷിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നാൽ യേശു ഇന്ന് പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി.
അവരുടേതായിരിക്കുന്ന ബലഹീനതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇടിവിൽ നിൽക്കേണ്ടതിനോ വിശ്വാസികളെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കും. നമ്മൾ ഈ ഭാഗമായിരിക്കും ഇന്ന് രാത്രി ചിന്തിക്കുവാൻ പോകുന്നത്. വിശ്വാസികളെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം യേശു നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനായി. അപ്പോൾ നാലാമത്തെ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ. അത് ആർക്ക് വേണ്ടി ആയിരിക്കുന്നു? ഈ വിശ്വാസികൾക്ക് വേണ്ടി. നെക്സ്റ്റ് വൺ, ഫ്രം ദ ടൈം ഓഫ് പെന്തിക്കോസ് കാലം മുതൽ, ഫ്രം ദ ടൈം ഓഫ് പെന്തിക്കോസ്, all believers are his priest. All believers are his priest to the entire nations. From the time of Pentecost, all believers are his priest to the entire nation. ഒന്ന് വായിച്ചാട്ട് 1 Peter chapter 2 verse 9. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം. ഇവിടെ പറയപ്പെടുന്നു, ഇന്ന് പുതിയ നമ്മ വിശ്വാസികൾ എല്ലാവരും ആരായിരിക്കുന്നു? റോയൽ പ്രീസ്റ്റ്ഹുഡ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഓൾ ബിലീവേഴ്സ്, എല്ലാ വിശ്വാസികളും റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. നമ്മൾ ആരായിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗം. നമ്മൾ ആർക്ക് പുരോഹിതന്മാരായിരിക്കുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പോൾ ആർക്കാണ് നിങ്ങൾ പുരോഹിതന്മാരായിരിക്കുന്നത്? ദ റിമൈനിങ് നേഷൻസ്, രക്ഷിക്കപ്പെടാത്തവർക്ക്. നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന, ഞാൻ ഇവിടെ വെച്ച് നിർത്തിയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, താഴോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഉപദ്രവകാലത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ പുരോഹിതന്മാരുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. പ്രധാനമായിട്ട് ഈ നമ്മുടെ തലമുറ വരെ 5 വിധ പുരോഹിതന്മാരെ നമ്മൾ കാണുന്നു. ഒന്ന്, ന്യായപ്രമാണത്തിന് മുൻപുള്ള കാലത്ത് ഓരോ വീട്ടുഗ്രഹനാഥൻ പുരോഹിതന്മാരായിരുന്നു. ആർക്ക് വേണ്ടി? ആഗ്രഹത്തിലുള്ളവർക്ക് വേണ്ടി. ശ്രദ്ധിച്ചോണേ ഞാൻ പറയുന്ന വേർഡ്, ആഗ്രഹത്തിലുള്ളവർക്ക് വേണ്ടി. 2, അതിനും ശേഷമായിട്ട് ഈ ന്യായപ്രമാണ കാലം കടന്നു വന്നു. സീനായ് മലയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചു. അവരാർക്ക് പുരോഹിതന്മാരായിരുന്നു? ഇസ്രായേൽ ഒഴിച്ചുള്ള ജനത്തിന് അഥവാ മറ്റ് ജാതികൾക്ക് അവർ പുരോഹിതന്മാരായിരുന്നു. 3, അവർ ആ തെരഞ്ഞെടുപ്പ് മാറ്റിയപ്പോൾ ദൈവം അഹരോനെയും അവൻ്റെ ഗോത്രത്തെയും പുരോഹിതന്മാരായി അവർ തെരഞ്ഞെടുത്തു. ആർക്ക് പുരോഹിതന്മാരായിരുന്നു? ഇസ്രായേൽ മക്കൾക്ക് പുരോഹിതന്മാരായിരുന്നു. നെക്സ്റ്റ് തെരഞ്ഞെടുപ്പാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗ്ഗത്തിലായിരിക്കുന്നു. ആർക്ക് പുരോഹിതനായിരിക്കുന്നു? പുതിയ നിയമ വിശ്വാസികൾക്ക് പുരോഹിതനായിരിക്കുന്നു. നെക്സ്റ്റ് പൗരോഹിത്യമാണ് ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ മുഴുവൻ ആരായിരിക്കുന്നു? പുരോഹിതന്മാരാ, രാജകീയ പുരോഹിതന്മാരായിരിക്കുന്നു. അവർ ആർക്ക് പുരോഹിതന്മാരായിരിക്കുന്നു? ദേശത്തിലെ ബാക്കിയുള്ള ജനത്തിന് അഥവാ രക്ഷിക്കപ്പെടാത്തവർക്ക് അവ പുരോഹിതന്മാരായി. ഈ പ്രധാനമായിട്ട് നമ്മൾ ഇപ്രകാരമുള്ള 5 വിധ കാര്യങ്ങളെ നമ്മുടെ ഈ സമയം വരെ ഉള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 5 വിധ പുരോഹിത ഗണങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട പുരോഹിതൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തെ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കും. ചാപ്റ്റർ 5 verse 1 to 10 may divide into 2. 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാൻ സാധിക്കും. അതിൽ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് the qualification of the Levitical priest. ലേവിയ പുരോഹിതന്മാരുടെ യോഗ്യതയെ ചൂണ്ടിക്കാണിക്കുന്ന ഫസ്റ്റ് 4 വേഴ്സ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ലേവിയ പുരോഹിതന്മാരുടെ യോഗ്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ റിമൈനിങ് 5 to 10, 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുവെന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ ക്വാളിഫിക്കേഷനെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിച്ചു. ഒന്ന്, അതിൻ്റെ ഫസ്റ്റ് 4 വേഴ്സ്, ആദ്യത്തെ 4 വാക്യങ്ങൾ ലേവിയ പൗരോഹിത്യത്തിൻ്റെ ക്വാളിഫിക്കേഷനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, തുടർന്നുള്ള 6 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന മഹാപൗരോഹിത്യത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ആണ് ലേവിയ പുരോഹിതന്മാർക്ക് വേണ്ടത്. 3 main qualifications of a Leviticus high priest.
3 മെയിൻ ക്വാളിഫിക്കേഷൻ, 3 പ്രധാനപ്പെട്ട യോഗ്യതകളാണ് ലേവിയ പുരോഹിതന്മാർക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഫസ്റ്റ് 4 വേഴ്സ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ നമ്മൾ തുടർന്ന് നിൽക്കുവാൻ ഒന്നാമത്തെ യോഗ്യത വായിച്ചാട്ട് അതിൻ്റെ 5th ചാപ്റ്റർ വേഴ്സ് നമ്പർ 1, ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട് വേഴ്സ് 1. ദ ഫസ്റ്റ് യോഗ്യത എന്ന് പറയുന്നത്, ഒന്നാമത്തെ യോഗ്യത, he had to be chosen from among men. മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. He had to be chosen from among men. വേറെ രീതി പറഞ്ഞാൽ ആ ലേവിയ പൗരോഹിത്യത്തിൻ്റെ പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരിക്കണം. ഒരു മനുഷ്യനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത വേഴ്സ് 2 and 3, 2-3 വാക്യം. സഹതാപം കാണി. He must have compassion, show compassion. He must show compassion. സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരിക്കണം. സഹതാപം കാണിക്കുക. വേഴ്സ് 2 and 3 ആ വാക്യം. 3, 4-ാമത്തെ വാക്യം, 4-ാമത്തെ വേഴ്സ്. മൂന്നാമത്തെ യോഗ്യത കോൾഡ് ബൈ ഗാഡ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. 3 പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ആണ് പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. 1, അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനായിരിക്കണം. 2, അവൻ സഹതപിക്കുവാൻ അവൻ കഴിവുള്ളവനായിരിക്കണം. 3, ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. ഈ 3 യോഗ്യതയിൽ നമ്മൾ ദ ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1, ദ ഫസ്റ്റ് പാർട്ട്, he had to be chosen from among men. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. മനുഷ്യനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം. വായിച്ചാട്ട് അതിൻ്റെ 1-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ ഇന്ന് ഈ 1-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. വേഴ്സ് 1, 1-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ വേർഡ് പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 3 things, 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നു. 1, ദ ഫസ്റ്റ് ചോദ്യം വരാൻ പോകുന്നത് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ബീയിങ്സ്, വാട്ട് കൈൻഡ് ഓഫ് ബീയിങ് ദ ഹൈ പ്രീസ്റ്റ് മസ്റ്റ് ബി. മഹാപുരോഹിതൻ എങ്ങനെയുള്ള ഒരു ജീവിയായിരിക്കും, എങ്ങനെ ആയിരിക്കണം, എപ്രകാരമുള്ളതായിരിക്കണം, എന്തായിരിക്കണം മഹാപുരോഹിതൻ്റെ ക്വാളിറ്റി? ദ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് അവിടെ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും. അതുകൊണ്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമ്മൾ കാണുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആരായിരിക്കണം? മനുഷ്യനായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ യോഗ്യതയാണ് മനുഷ്യനായിരിക്കണം. എന്താണ് ഇവിടുത്തെ വിഷയങ്ങൾ? എന്താണ് ഇവിടെ ദൈവം നമ്മോട് സംസാരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഇവിടെ ദൈവത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ഒരു പുരോഹിതനെ വിളിച്ചിരിക്കുമ്പോൾ ആ പുരോഹിതൻ ഈ ജനത്തിനു വേണ്ടിയാണ് നിൽക്കേണ്ടത്, ദൈവത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ജനത്തിനും ദൈവത്തിനും ഇടിവിൽ നിൽക്കുന്ന ഒരു ജോലിയാണ് ഇവിടെ പുരോഹിതനുള്ളത്. അതുകൊണ്ട് ഈ പുരോഹിതൻ ആരായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു? ദൈവം ആഗ്രഹിച്ചത്, നിങ്ങൾ എവിടെ ഇത് വന്നുവെന്നുള്ളത് ഞാൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അതൊരു മനുഷ്യനായിരിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഒരു മനുഷ്യനായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു? ഒരു പുരോഹിതനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യനെ എന്തിനാ ദൈവം ഇതിനകത്ത് തിരഞ്ഞെടുത്തത്? നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഒരു മഹാപുരോഹിതനായിട്ട് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചില പ്രത്യേകമായ സംഗതിയുണ്ട്. എന്തുകൊണ്ട് ഒരു മഹാപുരോഹിതൻ ആവശ്യമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, മനുഷ്യൻ പാപിയായതുകൊണ്ട് എന്തിനാ മഹാപുരോഹിതൻ്റെ ആവശ്യം? ഒരു മഹാപുരോഹിതനെ ദൈവം
ജോലിക്കാക്കിയത് കൊണ്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സ്വയമായിട്ട് കടന്നു വരുവാൻ സാധ്യമല്ല. ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ കടന്നു വരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് ഈ മനുഷ്യനെ കടന്നു വരുവാൻ സാധ്യമല്ല. എന്താവശ്യമായിരുന്നത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ അടുപ്പിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം ഒരു പുരോഹിതനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ഒരു പുരോഹിതനെ ദൈവമാക്കി? അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് അത് സാധ്യമല്ലാത്തത്? ബിക്കോസ് ഓഫ് ഹിസ് സിൻ. അവൻ്റെ പാപം മുഖാന്തരമായിട്ട്, അവൻ്റെ പാപം കാരണമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവന് കടന്നു ചെല്ലുവാൻ സാധ്യമാകുന്നില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? എന്നാ? ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവൻ അടുക്കുവാൻ സാധിക്കാത്തത് അവൻ പാപിയായതുകൊണ്ട്. എന്ത് സംഭവിച്ചു നിങ്ങൾ മനസ്സിലാക്കിയോടെ ഞാനിത് പറഞ്ഞു വരുന്നത്, കർത്താവായ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ്റെ കൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുന്ന ഒരു വിധമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടെ ഞാൻ അതാണ് എക്സ്പ്രസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഒരു സാധാരണപ്പെട്ട മനുഷ്യന് അവൻ്റെ സ്വന്തമായിട്ട് ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി, ഒരു യാഗപീഠം ദൈവം ഉണ്ടാക്കുവാൻ പറഞ്ഞിട്ട് ദൈവം സകല ഇസ്രായേൽ മക്കളോട് പറയുകയുണ്ടായി, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് വഴിപാടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു യാഗമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് യാഗം കഴിക്കുന്നത്. വഴിപാട് എന്ന് പറയുന്നത് ഫേവിൽ ഓഫറിംഗ്, സ്വതന്ത്രമായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദാനമാണ്. എന്നാൽ നീ പാപിയാകുന്നത്, നിന്റെ പാപത്തിന് ഒരു പരിഹാരം കഴിക്കുന്നുവെങ്കിൽ നിനക്ക് എന്തു വേണം? നീ ഒറ്റയ്ക്ക് കടന്നു വന്ന് ചെയ്യുവാനായിട്ട് നിനക്ക് സാധ്യമല്ല. പിന്നീട് എന്താ നിനക്ക് വേണ്ടത്? നിനക്ക് വേണ്ടി മറ്റൊരാൾ അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മനുഷ്യന് ഒറ്റയ്ക്ക്, അവൻ ഏകനായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നിടുവാൻ സാധ്യമല്ല എന്നുള്ളത് ദൈവം ഒരു മഹാപുരോഹിതനെ അപ്പോയിന്റ് ചെയ്തതിൽ കൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞു വന്നത്? ദൈവം വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. ഒരു മഹാപുരോഹിതൻ്റെ അടുക്കൽ ആര് കടന്നു വരണം? സാധാരണപ്പെട്ട ഇസ്രായേലൻ കടന്നു വരണം. അവൻ എന്ത് ചെയ്യണം? മഹാപുരോഹിതൻ അവന് വേണ്ടി എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അപ്പോൾ രക്തം, മൃഗത്തെ കൊന്നു, രക്തവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. എന്താ ദൈവം അവിടെ വെളിപ്പെടുത്തിയത്? ഈ വ്യക്തിക്ക്, സാധാരണപ്പെട്ട ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഡയറക്റ്റായിട്ട് കടന്നു വരുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അവൻ പാപിയായത്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആരെല്ലാം ചെന്നിട്ടുണ്ട്, അവരെ എല്ലാം ദൈവം നശിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്. ആരെല്ലാം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയല്ലാതെ ആരെല്ലാം അതിക്രമിച്ച് കടക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അവരെക്കെല്ലാം ദൈവം അതിൻ്റെ ശിക്ഷ കൊടുക്കുവാനായിട്ടിടയായി. നിങ്ങൾക്കറിയാം, ഒരു ഉദാഹരണമാണ് ഉസ്സിയാവ്. എന്താ ഉസ്സിയാവ് ചെയ്തത്? ദൈവത്തിന് മുൻപാകെ ധൂപം കാട്ടുവാൻ നിന്നപ്പോൾ ഉസ്സിയാവിനോട് പ്രവാചകൻ പറഞ്ഞു, നീ ഇത് ചെയ്യുവാൻ നീ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്സിയാവ് അവിടെ വെച്ച് ഒന്ന് കോപിഷ്ഠനായി. ഓൺ ദ സ്പോട്ടിൽ ഉസ്സിയാവിൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുവാനിടയായി. അന്നത്തെ കാലത്തെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അതൊരിക്കലും ദൈവത്തിനല്ലാതെ മറ്റാർക്കും മാറ്റുവാനും സാധ്യമല്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അതിക്രമിച്ച് കടന്നപ്പോൾ ദൈവം ശിക്ഷ കൊടുക്കുവാനിടയായിരുന്നു. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായി തിരഞ്ഞെടുത്ത ശൗൽ രാജാവിനോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ശമൂവേലിന് വേണ്ടി കാത്തിരിക്കുവാൻ സാധിക്കാതെ ശൗൽ യാഗം കഴിച്ചപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞേ, നിന്റെ രാജ്യത്വം ഞാൻ നിത്യമാക്കുമായിരുന്നു, ഇവിടെ വെച്ച് നിന്റെ രാജ്യത്വം ഞാൻ ഉടച്ചു കളഞ്ഞു. എന്താ വിഷയം? ദൈവം വെച്ചിരുന്ന ഒരു വ്യവസ്ഥ വിട്ടുകൊണ്ട്, ദൈവം വെച്ചിരുന്ന ഒരു വ്യവസ്ഥ മാറ്റിക്കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമെന്നോ ഈ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ കൊച്ചു പള്ളികളൊന്നുമല്ല, അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ദൈവത്തിൻ്റെ അഭിഷേകം അവർ ഉസ്സിയാവ് എന്ന് പറഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രാജാവായിരുന്നു. ദൈവത്തിന് വേണ്ടി പ്രസാദകരമായ കാര്യം ചെയ്ത രാജാവാണ്. തൻ്റെ കഴിഞ്ഞ നാളുകൾ പിന്നോട്ട് നോക്കിയാൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രസാദം പ്രാപിച്ച ഉസ്സിയാവിനെ ചിന്തിക്കുവാൻ സാധിക്കും, എനിക്ക് കടന്നുപോയി അത് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഉസ്സിയാവ് ചെയ്തതോടുകൂടെ ദൈവത്തിൻ്റെതായ ശിക്ഷ അവൻ്റെ മേൽ കടന്നു വന്നു.
ശൗലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഒരേ ഒരു വ്യക്തിയെ ദൈവം കണ്ടത് ഈ ശൗലാകുന്നുവെങ്കിൽ അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി അവൻ യാഗം കഴിക്കുന്നുണ്ട്. എന്താ തെറ്റ്? എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ ഒരു വ്യവസ്ഥയുണ്ട്. കുഞ്ഞേ, നിനക്ക് യാഗം കഴിക്കുവാൻ നിനക്ക് സാധ്യമല്ല. കാരണം എന്നെ നിനക്ക് ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധ്യമല്ല. നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകണമെങ്കിൽ നിനക്ക് ആരാവശ്യമാണ്? ഒരു പുരോഹിതൻ നിനക്ക് ആവശ്യമാണ്. ഒരു പുരോഹിതനോടുകൂടെ മാത്രമേ നിനക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹാപുരോഹിതനെ ദൈവം സെലക്ട് ചെയ്തപ്പോൾ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിനക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകുവാൻ സാധ്യമല്ല, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധ്യമല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം, മനുഷ്യൻ ചെല്ലുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അതിന് ഒരു പുരുഷനെ കണ്ടു എന്നുള്ളതാണ് വളരെ സന്തോഷിക്കാനുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഹോൾ മാൻകൈൻഡ്, മുഴുവൻ മനുഷ്യനും ആരായിരുന്നു? പാപികളായിരുന്നു. എല്ലാ മനുഷ്യരും പാപികളായിരിക്കുമ്പോൾ പാപം കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഇവർക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് പ്രസാദം തോന്നി ആ മനുഷ്യനിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ. മനസ്സിലാകുന്നു? ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഒരു പുരോഹിതനോടുകൂടെ മാത്രമേ കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പുരോഹിതനോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് പ്രസാദം തോന്നിയ ഒരു പ്രസാദമാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന് വേണമായിരുന്നുവെങ്കിൽ ഈ മനുഷ്യനെ കൂടെ ചെയ്യാമായിരുന്നു? അവോയ്ഡ് ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവം പ്രത്യേകമായ നിബന്ധന അവർക്ക് കൊടുത്തു. ലേവിയ പുസ്തകം 21:10 വായിച്ചോട്ടെ. ലേവിയ പുസ്തകം 21:10, ലെവിറ്റിക്കസ് ചാപ്റ്റർ 21 വേഴ്സ് 10. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവരും, ഇത് പുരോഹിതനെ കുറിച്ച് പറയുക. യെസ്, വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായവൻ എന്തും ചെയ്യരുത്, തനിക്ക് ഒരു വേർപാടുണ്ടായിരിക്കണം. എന്നാൽ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു പുരോഹിതനായിട്ട് ദൈവം ഒരാളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവന് ഒരു വേർപാട് വേണമെന്നുള്ളത് ദൈവം കണ്ടുവെങ്കിലും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്നാണ് ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അഹരോനെ പുരോഹിതനായി തിരഞ്ഞെടുത്തപ്പോൾ ഒത്തിരി ക്വാളിറ്റീസ് നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു കാളക്കുട്ടിയെ വാത്തുണ്ടാക്കുവാനായിട്ട് അതിന് ഒരു പ്രവർത്തനത്തിന് ആയിരുന്ന ഒരു അഹരോനെയാണ് ദൈവം പുരോഹിതനായിട്ട് വിളിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ഇതാണ്. ദൈവം ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ വാത്തുണ്ടാക്കിയപ്പോൾ ദൈവം അവരെ എല്ലാവരെയും ശിക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആഫ്റ്റർ ഓൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ആരാണ് ഈ കാളക്കുട്ടയുണ്ട്? ഇസ്രായേൽ മക്കളുടേതായിരിക്കുന്ന വളരെ പ്രയാസകരമായിരിക്കുന്ന പ്രവർത്തനമാണ് അത് ചെയ്തുവെങ്കിലും ആരായിരുന്നു അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സംഘാടകൻ? ആരായിരുന്നു? അഹരോൻ. ദൈവം ആരെ ആക്കിയത്? ഈ അഹരോനെ ദൈവം പുരോഹിതനാക്കി വെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ പുരോഹിതനെയാണോ, ആ അഹരോനെയാണോ ദൈവം പുരോഹിതനാക്കി വെച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദമുണ്ടായിരുന്നു ഈ പാപിയായിരിക്കുന്ന അഹരോനെ പുരോഹിതനാക്കി വെക്കാൻ. ദൈവം വേർതിരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചു. പുരോഹിതനോട് ദൈവം പറഞ്ഞു, നിന്റെ അഭിഷേക തൈലം നിന്റെ മേൽ വീണിട്ടുണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധ വസ്ത്രം ധരിപ്പാൻ നിനക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനിയും എന്ത് ചെയ്യരുത്? നിന്റെ തലമുടി നീ പിച്ച് പറിക്കരുത്, നിന്റെ വസ്ത്രം കീറിയരുത്. നിനക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയായി ഈ തെരഞ്ഞെടുപ്പ് വന്നത്? തിരഞ്ഞെടുക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഒത്തിരി നല്ല യോഗ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ളവൻ വേർപെട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അഹരോൻ എന്നുള്ളൊരു ഇൻഡിവിജ്വലിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ദൈവത്തിന് പ്രസാദമുണ്ടായി ആരെ തിരഞ്ഞെടുക്കുവാൻ. ആരായി അഹരോൻ? ഈ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളെ പാപമായിട്ട് കാണുന്നുവെങ്കിൽ ആ പാപികളുടെ കൂട്ടത്തിലും ഒരുവനായിരുന്ന അഹരോനെ ദൈവം തനിക്ക് പുരോഹിതനായി എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി.
ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു ആ വ്യക്തിയെ പുരോഹിതനായിട്ട് മാറ്റുവാൻ, പുരോഹിതനായിട്ട് തിരുത്തുവാൻ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ്, ഈ പുരോഹിതൻ എന്നുള്ള വ്യക്തിയിൽ കൂടെ ദൈവം ഹോൾ ഇസ്രായേൽസിനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് വിളിക്കുക. ഗാഡ് വെൽക്കം all Israelites to comes to him by this priest. God welcomes all Israelites to come to him by this priest. ഈ പുരോഹിതൻ മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ആരെയെല്ലാം വിളിച്ചു? ഒന്നോ രണ്ടോ പേരെ മാത്രമല്ല വിളിച്ചത്, പിന്നെ ദൈവം എന്ത് ചെയ്തു? ഹോൾ ഇസ്രായേൽസ്. ആർക്ക് വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. ദൈവം ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ വെച്ചിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആർക്കും വരുവാൻ സാധിക്കും. കണ്ടീഷൻസ് ഉണ്ട്. എന്തുവാ കണ്ടീഷൻ? ഇത് ചെയ്യണമെങ്കിൽ ആരോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഒരു പുരോഹിതനാണ് തന്നെ കൊണ്ട് പോകേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഈ പുരോഹിതൻ എന്ന് പറയുന്നത് ജെക്സി പാസ്റ്റർ അല്ല. ആരാന്നറിയാം? ഇന്ന് ഈ പുരോഹിതൻ എന്ന് പറയുന്നത് നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ കർത്താവായ യേശുവും നമ്മളെല്ലാവരും ആരുമായിരിക്കുന്നു? അപ്പം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ, ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നു, നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥയെന്ന് പറയുന്നത്, ദൈവം ഒരു പുരോഹിതനെ ആക്കി വച്ചതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, മനുഷ്യൻ പാപിയായതുകൊണ്ട്, മനുഷ്യൻ്റെതായ നീതിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്തത് കൊണ്ട് മനുഷ്യന് ആര് വേണം? ഒരു പുരോഹിതൻ വേണം കൈക്ക് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധ ജീവിതം കൊണ്ടല്ല ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നത്. പിന്നെയോ കർത്താവായ യേശു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മെ കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കൊരു പദവിയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യമുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കൈക്ക് മറ്റൊരാൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു യാഗവുമായിട്ട് ഒരാളുണ്ട്. ആ യാഗവുമായിട്ട് ഒരാൾ കൊള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവസന്നിധാനത്ത് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. എന്താ യാഗമായി തീർന്നത്? യേശു ക്രിസ്തുവാകുന്ന ഏകയാഗത്താൽ എന്ത് സംഭവിച്ചു? എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് മുഖാന്തരം ലഭിച്ചു. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എനിക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തെ എനിക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഒറ്റയ്ക്ക് കടന്നു ചെല്ലുവാൻ ഒരു രീതിയിലും സാധ്യമല്ല. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലണമെങ്കിൽ എൻ്റെ കരം പിടിക്കേണ്ട ഒരാളുണ്ട്. അവനാണ് സ്വർഗ്ഗത്തിൽ എനിക്ക് വേണ്ടി പിതാവിൻ്റെ മുൻപിൽ പക്ഷപാതം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ നല്ലവനാകുന്ന കർത്താവ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ആരായിരിക്കണം പുരോഹിതൻ? അവൻ മനുഷ്യനായിരിക്കണം. 2, ആർക്ക് വേണ്ടി? ഫോർ ഹും. ആർക്ക് വേണ്ടിയാണ് പുരോഹിതന്മാരെ ആക്കിയിരിക്കുന്നത്? ഫോർ ഹും എവരി ഹൈ പ്രീസ്റ്റ് ഈസ് ഓർഡൈൻഡ്. ഫോർ ഹും എവരി ഹൈ പ്രീസ്റ്റ് ഈസ് ഓർഡൈൻഡ്. വായിച്ചാട്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഏത് മഹാപുരോഹിതനും ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി. അപ്പോൾ ഈ മഹാപുരോഹിതനെ ദൈവം തിരഞ്ഞെടുത്തത് ആർക്ക് വേണ്ടിയാ? മനുഷ്യർക്ക് വേണ്ടി. ഫോർ മാൻ. മനുഷ്യർക്ക് വേണ്ടി. മനുഷ്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാപുരോഹിതനാണ് ദൈവത്തിന് മുൻപാകെ മനുഷ്യൻ്റെ, നമ്മുടെ ആര്? റെപ്രസെൻറ്റേറ്റീവ്. എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻ്റെ യേശുവ. നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് നമ്മൾ മഹാപൗരോഹിത്യത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ തൻ്റെ തോളിൽ ഇരിക്കുന്ന 2 ഗോമേദക്കളിൽ എഴുതപ്പെട്ടതായിരിക്കുന്ന ജനനക്രമത്തിലുള്ളതായിരിക്കുന്ന 12 ഗോത്രങ്ങളുടെ പേരുകൾ ഒരു കാര്യം വെളിപ്പെടുത്തി. ഈ 12 വീണ്ടും ജനിച്ചവർ സകലരും എവിടെ ഇരിക്കുന്നു? തോളിൽ. ആ തോളിൽ ഇരിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്
ആര് മുഖാന്തരമായിട്ടാ? ആർക്ക് വേണ്ടിയാ? ഈ പുരോഹിതൻ അരുമരക്ഷിതാവായ യേശു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ, ആ ദൈവത്തിന് മുൻപിൽ നിൽക്കുന്ന യേശു പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് എന്നെ വഹിച്ചുകൊണ്ടാണ്. ഞാൻ അവൻ്റെ തോളിലുണ്ട്, ഞാൻ അവൻ്റെ തോളിൽ ഇരിക്കുക. അവൻ്റെ തോളിൽ എന്നെ വഹിച്ചുകൊണ്ടാണ് ദൈവത്തിന് മുൻപിൽ പോയിട്ട് കർത്താവായ യേശു നിൽക്കുന്നത്. ഇന്ന് സ്വർഗ്ഗത്തിൽ എൻ്റെ അരുമരക്ഷിതാവായ യേശു എനിക്ക് വേണ്ടി പക്ഷപാതം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും എവിടെ ഇരിക്കുക? അവൻ്റെ തോളിലിരിക്കുക. ആർക്ക് വേണ്ടിയാണ് അവൻ മഹാപുരോഹിതനായത്? മനുഷ്യർക്ക് വേണ്ടിയാണ് അവൻ മഹാപുരോഹിതനായത്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി അവൻ മഹാപുരോഹിതനായിരിക്കുമ്പോൾ അവൻ മനുഷ്യരെ വഹിച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, യേശു ഇന്ന് ആർക്ക് പുരോഹിതന്മാരായിരിക്കുന്നു? ആർക്ക് മഹാപുരോഹിതനായിരിക്കുന്നു? വിശ്വാസികൾക്ക്. ശ്രദ്ധിച്ചോണേ. അപ്പോൾ എന്നെയും നിങ്ങളെയും വഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശു നിൽക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവാണ് കർത്താവായ യേശു. എനിക്കും നിങ്ങൾക്കും ഇതല്ലാതെ ദൈവത്തിൻ്റെ അടുക്കൽ പോകുവാൻ വേറെ ഒരു വഴിയുമില്ല. ഡയറക്റ്റ്ലി എനിക്ക് നിങ്ങൾക്ക് പോകുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. God demands his own righteousness. നിങ്ങൾ മനസ്സിലാക്കണം ആ വേർഡ്. നിന്റെ എത്ര വിശുദ്ധമായിരിക്കുന്ന നടപ്പ് കൊണ്ടും നിനക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാമെന്ന് ചിന്തിക്കരുത്. നിന്റെ എത്ര വിശുദ്ധ ജീവിതമുണ്ടെങ്കിലും, നിന്റെ മനസ്സ് മുഴുവൻ വിശുദ്ധമായിട്ട് നീ സൂക്ഷിച്ചാലും ഒന്ന് മറന്നു കളയരുത്, ആ വിശുദ്ധി അല്ല നിന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നത്. കാരണം ആ വിശുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ നീതിപ്രവൃത്തി ദൈവത്തിന് മുൻപിൽ കാകപരേണ്ട തുണിയാണ്. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയാകുന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ വിശുദ്ധിയാണോ കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നത്? പാപിയായിരിക്കുന്ന എന്നെ വിശുദ്ധനായിരിക്കുന്ന കർത്താവ് ആര്? ദൈവം എപ്രകാരം വിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ വിശുദ്ധനായിരിക്കുന്നവൻ തൻ്റെ കരം പിടിച്ച് ഒരു യാഗവുമായിട്ട് കടന്നു ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പാദങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു യാഗം ആര്? യേശുവിനൊന്ന് പറയുവാനുണ്ട്, കർത്താവേ, പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് യാഗമായത്. എൻ്റെ മേൽ തളിക്കപ്പെടുന്ന രക്തം, എന്നെ കവർ ചെയ്യപ്പെടുന്ന യേശുവിൻ്റെ രക്തം, അതാണ് എന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലായിക്കോണേ. ആർക്ക് വേണ്ടി അവൻ പുരോഹിതനായിരിക്കുന്നു? എനിക്ക് വേണ്ടി പുരോഹിതനായിരിക്കുന്നു. അഹരോനെ നീ ആക്കാ പുരോഹിതൻ. ഹോളി ഇസ്രായേലൈറ്റ്സ്, അവരെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുരോഹിതൻ ദൈവം മുൻപാകെ നിൽക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ചുമലിൽ ചിലതൊക്കെ ദൈവം വെച്ചിട്ടുണ്ട്. ആ വെച്ചിരിക്കുന്നതിനെക്കുറിച്ചൊരു ബോധം കൂടെ നമുക്കുണ്ടായിരിക്കണം. കർത്താവ് യേശുവിനെ ചുമലിൽ വഹിക്കുന്നുള്ള സത്യമാണ്. എന്നാൽ അതുകൊണ്ട് ഞാൻ സേഫ് എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുമ്പോൾ ദൈവം നിന്റെ ചുമലിലും ചിലതൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ദൈവം നിന്റെ ഉള്ളിൽ തന്ന ഭാരമെന്ന് പറയുന്നത്. എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന. അത് എന്താ? തോളിൽ ചില ഭാരം വെച്ചിരിക്കുന്നു വെളിപ്പെടുത്തുക. അപ്പോൾ ആർക്ക് വേണ്ടിയാ പുരോഹിതൻ? ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് മനുഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടന്നിട്ട്, ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടി? പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മഹാപുരോഹിതനെ ദൈവത്തിന് മുൻപാകെ നിർത്തിയിരിക്കുന്നത്? ഫോർ 2 things. മനുഷ്യർക്ക് വേണ്ടിയാണ് 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ഫോർ സാക്രിഫൈസ്, യാഗം കഴിക്കേണ്ടതിന്. 2, വഴിപാട് അർപ്പിക്കേണ്ടതിന്. 1 സാക്രിഫൈസ് ഓഫറിങ്, 2 ഫ്രീ വിൽ ഓഫറിങ്. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പുരോഹിതനെ നിർത്തിയിരിക്കുന്നത്? ദൈവത്തിന് മുൻപിൽ പുരോഹിതൻ നിൽക്കുമ്പോൾ ഈ ജനത്തിന് വേണ്ടി ചെയ്യേണ്ടതായിരിക്കും 2 ജോലി. 1 യാഗം കഴിക്കുക, 2 ഫ്രീ വിൽ ഓഫറിങ്. എന്താ ഇത് രണ്ടും? നിങ്ങൾക്കറിയാം, യാഗം കഴിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഏതുകൊണ്ടാണ്? പാപമായതുകൊണ്ട്. അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാഗം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, യേശു അല്ലെങ്കിൽ അന്ന് മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ ദൈവസന്നിധാനത്തിൽ കടന്നിരുന്ന ഓരോ സമയവും
അവൻ വെറും കൈയോടുകൂടി അല്ല കടന്നു ചെല്ലുന്നത്. പിന്നെയോ പാപപരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തവും എടുത്തുകൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. ഈ രക്തം എന്തിനെ വെളിപ്പെടുത്തി? ഒന്ന് പറയുന്നു, ഈ ജനം പാപികളാ. രണ്ട് പറയുന്നു, ഈ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി മറ്റൊന്നോ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ജനത്തിൻ്റെ പാപം ആ മൃഗത്തിന്മേൽ വഹിക്കപ്പെട്ടത് കൊണ്ട് അവ പാപത്തിൽ നിന്ന് വിമുക്തരാ. ദൈവസന്നിധാനത്തിൽ പോയി നിൽക്കുമ്പോൾ, ദൈവസന്നിധാനത്തിൽ പുരോഹിതൻ നിൽക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ളതായിരിക്കും യാഗരക്തം. ആ യാഗരക്തമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ പാപിയായിരിക്കുന്ന മനുഷ്യൻ അവൻ ദൈവത്തോട് ബന്ധപ്പെടുവാൻ സാധ്യമല്ലാത്ത സ്ഥാനത്ത് ഈ പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാനാണ് ഈ യാഗം ചെയ്യുന്നത്. മനസ്സിലാക്കണം. പാപത്തിന് വേണ്ടി യാഗം കഴിച്ചു. പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവം നമ്മെ നോക്കിക്കൊണ്ട് എൻ്റെ ജനമേ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ലഭിക്കുവാൻ തക്കവണ്ണം ഈ കൊണ്ടുപോകുന്ന മഹാപുരോഹിതൻ്റെ കരങ്ങളിൽ രക്തം ഉണ്ട്. ആ രക്തമെന്ന് പറയുന്നത് ഒന്ന് യാഗമായി എന്നുള്ളതിൻ്റെ വെളിപ്പാടാണ്. ഒന്ന് യാഗമായി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കാൽവക്രൂശിലെ യാഗമാകുന്ന ആ രക്തത്തോടു കൂടെയാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. യേശു തൻ്റെ രക്തം, തൻ്റെ സ്വന്തം യാഗത്താൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ കാരണമായി തീർന്നു. ഏകയാഗത്താൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ കാരണമായി തീർന്നു. ആ ഏകയാഗത്തിൻ്റെ രക്തം ഉള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളിവിടെ നിൽക്കുന്നത്. ദൈവത്തെ നാം സ്തുതിക്കുന്നത്, ദൈവത്തിന് നാം നന്ദി പറയുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ നാം ആരാധിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ യാഗരക്തത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ പതിവായിട്ട് നമ്മുടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് 1-2 മിനിറ്റുകൾ സ്വയമായിട്ട് പരിശോധിക്കുന്ന നിമിഷങ്ങളാണ്. എന്തിനാ പരിശോധിക്കാൻ തരുന്നതെന്നറിയാമോ? വെറുതെ കണ്ണുമടച്ച സ്വപ്നം കാണാനല്ല. അതിന് തന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ജീവിതത്തിൽ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം വന്നു പോയിരിക്കുന്ന തെറ്റുകളെ ഒരു ബോധ്യം മനപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ യേശുവേ, എൻ്റെ തെറ്റിനോട് ക്ഷമിക്കണമേ, നിൻ്റെ സന്നിധാനത്ത് നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് ആ സമയം തരുന്നത്. അതാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ മഹാപുരോഹിതനിൽ കൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഈ മഹാപുരോഹിതനെ ഒഴിച്ച് എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ സാധ്യമല്ല. എൻ്റെ ഏത് യാഗവും ഈ മഹാപുരോഹിതനിൽ കൂടെ ചെന്നെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. രണ്ടാമത്തത് ഒരു വഴിപാട്. എന്താ വഴിപാട് ചെയ്യുന്നത്? ദൈവം ചെയ്തിരിക്കുന്ന നന്മകളിൽ നിന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരു ഭാഗവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുക. അതൊരു ഫ്രീ വിൽ ഓഫറിങ്. എൻ്റെ സ്വന്തം മനസ്സോടുകൂടെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ദാനമാണോ? ദൈവത്തിന് കൊടുക്കുന്നതാണോ? അത് ദൈവം തന്നിരിക്കുന്നതാണ്. ഈ തന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ എങ്ങനെ പറ്റത്തുള്ളെന്നറിയാമോ? എനിക്ക് ദൈവം തന്നതല്ലേ, ഞാൻ കൊണ്ടങ്ങോട്ട് കാഴ്ചവെക്കാമെന്ന് പറയുവാനുള്ള യോഗ്യത നമുക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നേ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒത്തിരി നന്മ ദൈവം തന്നിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ദൈവം മുമ്പാ കൊണ്ട് വെക്കണമെന്നുള്ളതോ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഒരുവൻ മാത്രം തിരിച്ചു വന്നു. കർത്താവായ യേശു ചോദിച്ച 9 പേരെന്തിയേ? ചെയ്തിരിക്കുന്ന നന്മകൾക്ക് ഒരു റിട്ടേൺസ് ദൈവം ആഗ്രഹിച്ചു. കൊടുത്തു കാണിക്കുന്ന നന്മകൾക്കനുസൃതമായിട്ട് ഒരു നന്ദി കരേറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു. ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ഫ്രീ വിൽ ഓഫറിങ് കൊടുക്കുന്നത് ദൈവത്തോട് കാണിക്കുന്ന നന്ദിയാണ്. ദൈവത്തോട് കാണിക്കുന്ന നന്ദിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ നന്ദി ഞാൻ കാണിക്കുമ്പോഴും എൻ്റെ സ്വന്തം കൈകൊണ്ട് കൊടുക്കാമെന്നല്ല ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. നിൻ്റെ ഫ്രീ വിൽ ഓഫറിങ് നീ ദൈവത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ നിൻ്റെ കൈ കൊണ്ടല്ല കൊടുക്കേണ്ടത്. ഒരു മഹാപുരോഹിതൻ നിനക്ക് വേണ്ടി നിൽപ്പുണ്ട്. ആ മഹാപുരോഹിതനിൽ കൂടെയാണ് നിൻ്റെ വഴിപാട് കടന്നു പോകേണ്ടത്. നിൻ്റെ യാഗം മഹാപുരോഹിതനിൽ കൂടെ കടന്നു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞ വേർഡ്, നിങ്ങളുടെ യാഗം മഹാപുരോഹിതനിൽ കൂടെ കടന്നു പോകുന്നത് പോലെ
അത് നിന്റെ പാപത്തിന് വേണ്ടി ചെയ്തത് ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു വീഴ്ചയാ സംഭവിച്ചത്. ആ നെഗറ്റീവിസമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ വഴിപാട് നമ്മൾ കാണുന്നത് ഒരു പോസിറ്റീവ് തിങ്. പക്ഷെങ്കിൽ ഈ നെഗറ്റീവ് തിങ് ചെയ്യണമെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണമെങ്കിൽ, മഹാപുരോഹിതന് ആവശ്യമായിരിക്കുന്നുവെങ്കിൽ, ഈ പോസിറ്റീവായിരിക്കും ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കണമെങ്കിലും നിന്റെ ഹീനമായിരിക്കുന്ന കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമല്ല. അതും എവിടെ കൂടെ പോകണം? ദൈവത്തിന് മുൻപാകെ ഞാൻ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കുന്ന സകല നന്മകളും, ദൈവത്തിന് മുൻപാകെ ഞാൻ കഴിക്കുന്നതായ സകല യാഗങ്ങളും എനിക്കും നിങ്ങൾക്ക് നേരിട്ടല്ല കൊടുക്കാൻ ചെയ്യുവാൻ സാധിക്കുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പോകണം. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഒരു പ്രവാചകൻ്റെ ജോലിയുണ്ട്, ഒരു പുരോഹിതൻ്റെ ജോലിയുണ്ട്. രണ്ടുപേരുടെയും രണ്ട് ജോലിയാണ്. എന്താ പുരോഹിതൻ്റെ ജോലി? ദൈവകാര്യത്തിൽ ആർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു? മനുഷ്യർക്ക് വേണ്ടി. എന്താ പ്രവാചകന്റെ ജോലി? ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നു. പുരോഹിതൻ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു? മനുഷ്യന് വേണ്ടി ദൈവത്തോട്. കിട്ടിയ പോയിന്റ്? പുരോഹിതൻ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നു. മനസ്സിലായോ? ആ ഭാഗം മനസ്സിലായോ? രണ്ട് ഡിഫറെൻ്റ് ആസ്പെക്റ്റിലാണ് പോകുന്നത്. ഒന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, മറ്റത് അവിടെ ഇങ്ങോട്ട് പോകുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് പുരോഹിതനും ദൈവകാര്യത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഓർപ്പിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വല്ല ധൈര്യമായിട്ട് മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കുന്നത് എൻ്റെ യേശു ക്രിസ്തുവാകുന്ന മഹാപുരോഹിതൻ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്. എല്ലാ കണ്ണുകളും